What's up guys, welcome back to our channel Adith Vlogs and Tech. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ 90% പേർക്കും അറിയാത്ത ഒരു കിഡിലൻ വാട്സപ്പ് ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് വാട്സപ്പിൽ മെസ്സേജുകൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ. ഇറ്റ്സ് മീ ആദിത്, യു ആർ വാച്ചിങ് മൈ വീഡിയോ ബ്ലോഗ്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിനായി വേണ്ട സ്കെഡിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇത് പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ആക്കാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ആദ്യം അത് ലോഞ്ച് ചെയ്യുക, എന്നിട്ട് നമ്മൾ സൈൻ ചെയ്യുക. ഗൈസ്, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് വാട്സപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനേബിൾ അക്സസിബിലിറ്റി കൊടുക്കുക. ഐഡിയിൽ പോയിട്ട് സ്കെഡിറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിടുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. ഹലോ, ഗുഡ് മോർണിംഗ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ടൈപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ വാട്സപ്പ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഷെഡ്യൂളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്നാണോ അയക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതുകൊണ്ട് എത്ര മണിക്കാണ് അയക്കേണ്ടത്, ഞാൻ 10 മണി AM ആണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് കൊടുക്കാവുന്നതാണ്. നോ റിപ്പീറ്റാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇമേജസ് വീഡിയോസൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അയക്കാവുന്നതാണ്. ടിക്ക് മാർക്ക് കൊടുക്കുക. ഇഗ്നോർ ഇറ്റ്, ഓൺ റിസ്ക്, നോട്ട് റെക്കമെൻഡഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും, അത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മെസ്സേജ് ഷെഡ്യൂൾ ആയിരിക്കുകയാണ്, നമുക്ക് കാണാവുന്നതാണ്. 1 മെസ്സേജ് ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പിന്നെ വാട്സപ്പ് ബിസിനസ് വേണമെങ്കിൽ അങ്ങനെ. ഫേസ്ബുക്കിൽ നമുക്ക് പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യാം. പിന്നെ നമുക്ക് കോൾ ചെയ്യുമ്പോൾ അതും ഷെഡ്യൂൾ ചെയ്യാം. SMS, ഇമെയിൽ എന്നിങ്ങനെ മിക്ക ഇതും ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ ലോഗിങ് ഔട്ട്, ആദിത്. ഗുഡ് ബൈ.